യൂട്യൂബിൽ ഒരു വലിയ പണി വരികയാണ്. എനിക്ക് പല്ലുവേദന എടുത്ത് വീഡിയോ പോലും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. പക്ഷേ ഈ 1 മണിക്കൂർ മുമ്പ് യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് യൂട്യൂബ് ഈ ലോങ് വീഡിയോസൊക്കെ ഇട്ട് ഈ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, വാച്ച് അവർ 4000 ആക്കി ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, അതുപോലെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് അതിൻ്റെ വ്യൂസ് കൂട്ടി 10 മില്യൺ ഷോർട്ട്സ് വ്യൂസ് ആക്കി ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്കി എടുക്കുക. അതല്ലെങ്കിൽ വലിയ പണിയാണ് യൂട്യൂബിൽ വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ യൂട്യൂബ് മാറ്റം കൊണ്ടുവരികയാണ്. ഇപ്പോഴുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുകൂടാതെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ലോങ് വീഡിയോസ് വെച്ച് വാച്ച് അവർ കൂട്ടി മോണിറ്റൈസ് ആക്കുന്നവരാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 4000 വാച്ച് അവർ വേണം. അതല്ല, ഷോർട്ട് വീഡിയോസ് ഇട്ട് വ്യൂസ് കൂട്ടി നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 10 മില്യൺ ഷോർട്ട്സ് വ്യൂസ് വേണം. ഇതാണ് ഇപ്പോഴുള്ള യൂട്യൂബിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇത് വെച്ച് മോണിറ്റൈസ് ആക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ആക്കിക്കൊള്ളുക. അതല്ലെങ്കിൽ ഈ വരുന്ന വർഷം 2027 ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഈ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം, അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ യൂട്യൂബ് കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. ഈ 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതിലൊരു മാറ്റവുമില്ല. പക്ഷേ ഈ 4000 വാച്ച് അവറിൻ്റെ സ്ഥലത്ത് ഇനി മുതൽ നിങ്ങൾക്ക് 8000 സബ്സ്ക്രൈബേഴ്സ് വേണം ഫുൾ മോണിറ്റൈസ് ആകണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട്സ് വീഡിയോസ് വെച്ചാണ് മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫുൾ മോണിറ്റൈസേഷൻ ആകാൻ 10 മില്യൺ ഷോർട്ട്സ് വ്യൂസിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് 20 മില്യൺ ഷോർട്ട്സ് വ്യൂസ് വേണം. വലിയ ഒരു മാറ്റമാണ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് എത്തുന്നതിന് മുമ്പ് ആർക്കൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വർക്ക് ചെയ്യേണ്ടി വരും ഇനി മുതൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഹാഫ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് പഴയതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെ ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണോ മറ്റു പല ആളുകളും മോണിറ്റൈസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മോണിറ്റൈസ് ചെയ്തിട്ടുള്ളത്, അതിൽ ഒരു മാറ്റവും വരത്തില്ല. അത് അതേപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പണി എന്ന് പറയുന്നത്, ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2027 ഫെബ്രുവരി 1 മുതൽ ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഷോർട്സ് ഫീസ് എന്ന് പറയുന്നത് 10 മില്യൺ ഷോർട്സ് ഫീസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് ആഡ്സ് റവന്യൂ ഇനി മുതൽ കിട്ടുകയുള്ളൂ. പക്ഷേ ആ ഒരു സംഭവം നിങ്ങളുടെ ഓവറാൾ YPP പ്രോഗ്രാമിനെ അതിനെ നിങ്ങൾക്ക് ബാധിക്കത്തില്ല. പക്ഷേ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10 മില്യൺ ഷോർട്സ് ഫീസ് 90 ഡേയ്സിനുള്ളിൽ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മറ്റൊരു പണിയും കൂടെ ഇതിനുള്ളിൽ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ മാറ്റം, വലിയൊരു പണി യൂട്യൂബിൽ വരാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വാച്ച് അവരൊക്കെ കംപ്ലീറ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഷോർട്സ് ഫീസ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്യാൻ നോക്കുക. 2027 ഫെബ്രുവരി 1-ന് മുന്നിൽ തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആക്കി എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വർക്ക് പിന്നീട് ചെയ്യേണ്ടി വരും. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്ഡേറ്റ് അല്ല, ഇതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.